എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടൂർണമെന്റുകളെ കുറിച്ചും ഫിക്സ്ചർ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടൂർണമെന്റ്സ് പ്രധാനമായിട്ട് 5 ടൈപ്പ് ടൂർണമെന്റ് ആണ് സാധാരണ സ്പോർട്സ് കോമ്പറ്റീഷൻസിൽ നടത്തി വരാറുള്ളത്. എല്ലാവർക്കും പരിചിതമാകുന്ന ഒന്ന് നോക്കൌട്ട് ടൂർണമെന്റ്, അതിന് വേറൊരു പേര് പറയുന്നുണ്ട് എലിമിനേഷൻ. Then second one, league tournament. അല്ലെങ്കിൽ റൗണ്ട് റോബിൻ ടൂർണമെന്റ്. Then combination tournament. Then challenge tournament. Fifth one, consolation tournament. അഞ്ച് ടൈപ്പ് ടൂർണമെന്റുകളാണ് സാധാരണ സ്പോർട്സ് കോമ്പറ്റീഷൻസിൽ നടത്തി വരാറുള്ളത്. അത് ഒളിമ്പിക്സിലായാലും സാധാരണ ചെറിയ സ്റ്റേറ്റ് മീറ്റ് പോലുള്ള മീറ്റുകളിലായാലും ഈ 5 ടൈപ്പ് ടൂർണമെന്റുകളാണ്. ഒന്ന് നോക്കൌട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ, ലീഗ് ഓർ റൗണ്ട് റോബിൻ, കോമ്പിനേഷൻ ടൂർണമെന്റ്, ചലഞ്ച് ആൻഡ് കൺസലേഷൻ ടൂർണമെന്റ്. ഓക്കെ, ഇനി ഒന്നാമത്തെ നോക്കൌട്ട് ടൂർണമെന്റ്. നോക്കൌട്ട് ടൂർണമെന്റിന്റെ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കാം. ഈ നോക്കൌട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സർ തയ്യാറാക്കുന്നു, ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഗെയിം 2 ടീമുകൾ തമ്മിൽ കളിക്കുന്നു. ഫസ്റ്റ് ടീമിൽ വിൻ ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ വിജയി അല്ലാത്ത ടീം എന്ന് പറയുന്നത് ഉടൻ തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള ഒരു ടൂർണമെന്റിനെ പറയുന്നതാണ് നോക്കൌട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ ടൂർണമെന്റ് എന്ന് പറയുന്നത്. വിൻ ചെയ്യുന്ന ടീം അടുത്ത ഘട്ട കളിയിലേക്ക് പോവുകയും അവിടെ തോൽക്കുന്ന ടീം എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കൌട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ ടൂർണമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ നോക്കൌട്ട് ടൂർണമെന്റ് എന്ന് പറയുന്നത് സിംഗിൾ നോക്കൌട്ട് അല്ലെങ്കിൽ സിംഗിൾ എലിമിനേഷൻ ടൂർണമെന്റ്, ഡബിൾ നോക്കൌട്ട്, ഡബിൾ എലിമിനേഷൻ ടൂർണമെന്റ് എന്നീ 2 രീതിയിൽ നടത്താറുണ്ട്. സാധാരണ PSC ചോദിക്കാറുണ്ട്. ഇപ്പോൾ 10 ടീമുകൾ മത്സരിക്കുന്ന ഒരു സിംഗിൾ എലിമിനേഷൻ ടൂർണമെന്റിൽ ആകെ മത്സരങ്ങളുടെ എണ്ണം എത്ര? അല്ലെങ്കിൽ 10 ടീമുകൾ മത്സരിക്കുന്ന ഒരു സിംഗിൾ എലിമിനേഷൻ ടൂർണമെന്റിൽ ഡബിൾ എലിമിനേഷൻ ടൂർണമെന്റിൽ ആകെ മത്സരങ്ങളുടെ എണ്ണം എത്ര എന്നീ 2 തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ 2 തരത്തിലും ഉള്ള ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പറയാം. സിംഗിൾ എലിമിനേഷൻ അല്ലെങ്കിൽ നോക്കൌട്ട്. സിംഗിൾ എലിമിനേഷൻ ടൂർണമെന്റിൽ ആകെ മത്സരങ്ങളുടെ എണ്ണം, ടോട്ടൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-1 ആണ്. എന്നാൽ ഡബിൾ എലിമിനേഷൻ അല്ലെങ്കിൽ ഡബിൾ നോക്കൌട്ടിലാണെങ്കിൽ ടൂർണമെന്റുകളുടെ ടോട്ടൽ കോമ്പറ്റീഷൻസ് എത്ര മത്സരങ്ങൾ വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ 2n-1. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീംസ് ആണ്. ഓക്കെ, ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉദാഹരണത്തിന് പറയാം. 11 നമ്പർ ഓഫ് ടീംസ് ഒരു കോമ്പറ്റീഷന് വന്നു. ആ സിറ്റുവേഷനിൽ സിംഗിൾ എലിമിനേഷൻ കോമ്പറ്റീഷൻ ആണ് സംഘാടകർ കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ എത്ര
ഗെയിംസ് അവിടെ വരും എന്ന് കണ്ടുപിടിക്കാൻ n-1 ഈക്വൽ ടു 11 മൈനസ് 1 ഈക്വൽ ടു 10. ആകെ 10 മത്സരങ്ങൾ അവിടെ സിംഗിൾ എലിമിനേഷൻ രീതിയിൽ 11 ടീമുകളുടെ നടത്തിയാൽ 10 കോമ്പറ്റീഷൻസ് വരും. ഇനി ഡബിൾ എലിമിനേഷൻ രീതിയിലാണ് ഈ 11 ടീംസിന്റെയും കോമ്പറ്റീഷൻ നടത്തുന്നതെങ്കിൽ 2n-2 സോറി ഇവിടെ 1 അല്ല 2 ആണ്. 2n-2 ഈക്വൽ ടു 11 into 2 minus 2 equal to 20 മത്സരങ്ങളായിരിക്കും ഡബിൾ എലിമിനേഷൻ രീതിയിൽ ഒരു കോമ്പറ്റീഷൻ നടത്തുകയാണെങ്കിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം, സിംഗിൾ എലിമിനേഷൻ അല്ലെങ്കിൽ സിംഗിൾ നോക്കൗട്ട് ടൂർണമെന്റ് നടത്തുമ്പോൾ ആകെ മത്സരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് n-1. അടുത്ത ഡബിൾ എലിമിനേഷൻ ടൂർണമെന്റ് അല്ലെങ്കിൽ ഡബിൾ നോക്കൗട്ട് ടൂർണമെന്റിൽ ആകെ മത്സരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2n-2. ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെച്ചിരിക്കുക. ടീംസ് ഇൻ ഈച്ച് ഹാഫ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫിക്സർ തയ്യാറാക്കുന്നതിന് മുമ്പ് ഫിക്സർ അപ്പർ ഹാഫ് ലോവർ ഹാഫ് ആയിട്ട് ആ ടീമുകളുടെ എണ്ണം ഡിവൈഡ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഫിക്സർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടീംസ് എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ, ഇരട്ട സംഖ്യയാണ് നമ്പർ ഓഫ് ടീംസ് എന്ന് പറയുന്നത് എങ്കിൽ ഹാഫ് അപ്പറിലും ഹാഫ് ലോവറിലും. ഓക്കെ, ഇരട്ട സംഖ്യയാണ് നമ്പർ ഓഫ് ടീംസ് എങ്കിൽ പകുതി മുകളിലും പകുതി താഴെയായിട്ട് എഴുതും. നമ്പർ ഓഫ് ടീംസ് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണെങ്കിൽ നമ്പർ ഓഫ് ടീംസ് ഇൻ അപ്പർ ഹാഫ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട്. n+1/2 എന്ന് പറയുന്നത് അപ്പർ ഹാഫിലും ലോവർ ഹാഫിൽ വരുന്നത് n-1/2 ആയിരിക്കും ലോവർ ഹാഫിൽ. ഓക്കെ, ഇതൊന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്പർ ഓഫ് ടീംസ് എന്ന് പറയുന്നത് 11 വരികയാണെങ്കിൽ 11+1/2 എന്ന് പറയുന്നത് അപ്പർ ഹാഫിലെ നമ്പർ ഓഫ് ടീംസും ലോവർ ഹാഫിൽ വരുമ്പോൾ അത് 11-1/2 ആവുകയും ചെയ്യും. 10/2 5. അപ്പോൾ അപ്പർ ഹാഫിൽ 6 ടീമും ലോവർ ഹാഫിൽ 5 ടീംസും ഉൾപ്പെടുത്തിയായിരിക്കും ഫിക്സർ തയ്യാറാക്കുന്നത്. ഇനി ഈ ഫിക്സർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ബൈയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബൈ എങ്ങനെയാണ് ആ ഫിക്സറിൽ പുട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബൈ എന്ന് പറയുമ്പോൾ അറിയാം, ആദ്യ ലെവലിൽ ചില ടീമുകൾക്ക് മത്സരം വരാതെ അവർ അടുത്ത റൗണ്ടിലോട്ട് സെലക്ട് ചെയ്യുന്നു. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ ആദ്യം ഒരു ഡമ്മി, ബൈ എന്ന് പറയുന്നത് ഒരു ഡമ്മിയാണ്, ഡമ്മിയുമായിട്ട് കളിച്ച് അവർ വിൻ ചെയ്ത് അടുത്ത ലെവൽ മത്സരത്തിലോട്ട് പോകുന്നു എന്നുള്ളതാണ് ആ ബൈ കിട്ടി അടുത്ത ലെവലിലോട്ട് പോകുന്ന ടീമുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമിൽ സാധാരണ ചോദിക്കാറുണ്ട് 10 ടീമുകളുടെ ഒരു കോമ്പറ്റീഷനിൽ എത്ര ബൈ വരും, അല്ലെങ്കിൽ 20 ടീമുള്ള ഒരു കോമ്പറ്റീഷന് എത്ര ബൈ വരും, അങ്ങനെ പലതരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ബൈ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇനി പറയുന്നത്. ബൈ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 2ന്റെ പവറിനെ കുറിച്ച് അറിയാം. 2ന്റെ പവർ എന്ന് പറയുന്നത് 2, 4, 8, 16, 32, 64 അങ്ങനെ പോവുകയാണ് 2ന്റെ പവർ എന്ന് പറയുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം, 10 ടീമുകളുള്ള ഒരു കോമ്പറ്റീഷനിൽ എത്ര ബൈ വരും? ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ തന്നിട്ടുള്ള ആ എത്ര ടീമാണോ എണ്ണം പറയുന്നതെന്ന് നോക്കുക. ഇപ്പൊ 7 ആണ് എന്നുണ്ടെങ്കിൽ 7 കഴിഞ്ഞിട്ട് വരുന്ന 2ന്റെ പവർ നോക്കുക.
7 കഴിഞ്ഞിട്ട് വരുന്ന 2ന്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്. അപ്പോൾ 8 മൈനസ് 7 എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ 1. അവിടുത്തെ ബൈ എന്ന് പറയുന്നത് 7 ടീമുകളുള്ള ഒരു മത്സരത്തിലെ ബൈകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി 22 എന്നാണ് ടീമുകളുടെ എണ്ണം എന്നുണ്ടെങ്കിൽ 22 മൈനസ് അത് കഴിഞ്ഞ് വരുന്ന 2ന്റെ പവർ എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ 32 മൈനസ് 22 എന്ന് പറയുന്നത് ദെൻ ഇവിടെ 10 ആണ് ഇവിടുത്തെ ബൈകളുടെ എണ്ണം. ഇനി ബൈ എന്ന് പറയുന്നത് അപ്പർ ഹാഫിൽ എത്ര വരും, ലോവർ ഹാഫിൽ എത്ര വരും, അവിടെ ടീംസ് അപ്പർ ഹാഫിൽ എത്ര വരും, ലോവർ ഹാഫിൽ എത്ര വരും എന്ന് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈ അപ്പർ ഹാഫിൽ എത്ര വരും, ലോവർ ഹാഫിൽ എത്ര വരും എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ബൈ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ബൈ എന്ന് പറയുന്നത് അപ്പർ ഹാഫിലാണെങ്കിൽ നമ്പർ ഓഫ് ബൈസ് ഇൻ അപ്പർ ഹാഫ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n-1/2. ഇനി നമ്പർ ഓഫ് ബൈസ് എന്ന് പറയുന്നത് ലോവർ ഹാഫ് ആണെങ്കിൽ n+1/2. ഓക്കെ, അത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇരട്ട സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ അപ്പർ ഹാഫിലും ലോവർ ഹാഫിലും ഈക്വൽ ആയിട്ട് വരും. ഇത് ഒറ്റ സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടീംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗെയിം നമ്മൾ ആദ്യം ബൈ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കും. നമ്പർ ഓഫ് ടീംസ് അല്ല, നമ്പർ ഓഫ് ബൈസ് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇരട്ട സംഖ്യയാണെങ്കിൽ ഹാഫ് അപ്പറിലും ഹാഫ് ലോവറിലും വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ബൈ കണ്ടുപിടിക്കാനും ബൈ എവിടെ അപ്പർ ഹാഫിലും ലോവർ ഹാഫിലും എങ്ങനെ പുട്ട് ചെയ്യും എന്നുള്ളതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്പർ ഓഫ് ടീംസ് എന്ന് പറയുന്നത് എത്രയും നോക്കും. ആ നമ്പർ ഓഫ് ടീംസ് കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ ഓഫ് ടീംസ് കഴിഞ്ഞു വരുന്ന 2ന്റെ പവറിൽ നിന്നും നമ്പർ ഓഫ് ടീംസ് കുറയ്ക്കും. അപ്പോൾ കിട്ടുന്നതാണ് ബൈകളുടെ എണ്ണം. ആ ബൈകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫിക്സ്ചറിനകത്ത് അപ്പർ ഹാഫിൽ എത്ര, ലോവർ ഹാഫിൽ എത്ര പുട്ട് ചെയ്യും എന്നുള്ളത് നോക്കും. അതിന് ആ ബൈകളുടെ എണ്ണം ഒരു ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് അപ്പർ ഹാഫിൽ ലോവർ ഹാഫിൽ ഇടും. ഇല്ല, അതൊരു ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ അപ്പർ ഹാഫിലെ ബൈകളുടെ എണ്ണം എത്ര വരുമെന്ന് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ബൈസ് നമ്മൾ ആദ്യം ഒരു n+1/2 n-1/2 ഇക്വേഷൻസ് പറഞ്ഞു. അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീംസ് ആണ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബൈസ് ആണ്. ഓക്കെ, അവിടെ n+1/2 ഇക്വേഷനില് ആദ്യം അപ്പർ ഹാഫില് അവിടെ പറഞ്ഞത് n+1/2ഉം ലോവർ ഹാഫില് n-1/2 ആണ്. അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീംസ് ഇൻ അപ്പർ ഹാഫ് ആൻഡ് നമ്പർ ഓഫ് ടീംസ് ഇൻ ലോവർ ഹാഫിലെ ഇക്വേഷൻ ആണ്. ഇവിടെ ബൈസ് ആണ് n എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 22 ടീമുകളിലുള്ള ഒരു കോമ്പറ്റീഷനിൽ 10 ബൈ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 10 ബൈ ആണെങ്കിൽ അപ്പർ ഹാഫിൽ 5 ലോവർ ഹാഫിൽ 5 വരുന്നു. ഇപ്പൊ ആ സിറ്റുവേഷനിൽ ബൈസ് എന്ന് പറയുന്നത് 11 ആയിരുന്നെങ്കിൽ അപ്പർ ഹാഫിൽ 11-1/2ഉം ലോവർ ഹാഫിൽ 11+1/2ഉം ആയിരിക്കും വരുന്നത്. 10/2 5, ഇവിടെ 12/2 6. ഓക്കെ, അപ്പോൾ ബൈസ് പുട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ലീഗ് അല്ലെങ്കിൽ റൗണ്ട് റോബിൻ. മത്സരിക്കുന്ന എല്ലാ ടീമുകളിലും ഒരു തവണ ഓരോ ടീമുമായിട്ട് മത്സരിക്കുന്നു ആ ഫിക്സ്ചറിനകത്തുള്ള. അല്ലെങ്കിൽ ഡബിൾ ലീഗ് ആണെങ്കിൽ 2 തവണ മത്സരിക്കുന്നു. മറ്റേ നോക്കൗട്ടിലാണെങ്കിൽ ടീമില് വിജയിയാവാതെ ഉടൻ തന്നെ അവർ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു ടീം കളിച്ച് വിജയിയായില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അവർ ഔട്ട് ആവുന്നില്ല. അവർക്ക് വീണ്ടും ആ ഫിക്സ്ചറിനകത്തുള്ള മറ്റു ടീമുകളുമായിട്ട് ഒരു തവണ കളി വരുന്നുണ്ട്. അതാണ്
ലീഗ് ടൂർണമെന്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലീഗ് ടൂർണമെന്റില് സിംഗിൾ ലീഗ് അതിന്റെ ഡബിൾ ലീഗ് ഉണ്ട്. സിംഗിൾ ലീഗില് മത്സരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n × n - 1/2. ഡബിൾ ലീഗിലാണെങ്കിൽ നമ്പർ ഓഫ് കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് n × n - 1. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ടൂർണമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇപ്പൊ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീംസ് എന്ന് പറയുന്നത് 7 ആണ് എന്നുണ്ടെങ്കിൽ 7 × 7 - 1/2 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഗെയിംസ് എന്ന് പറയുന്നത്. അടുത്ത ഡബിൾ ലീഗ് ടൂർണമെന്റിലാണ് അത് വരുന്നതെങ്കിൽ 7 തന്നെ നോക്കാം. 7 × 7 - 1 മാത്രമായിരിക്കും. 7 × 6 42 ഗെയിം വരും അവിടെ. ഇവിടെയാണെങ്കിൽ 7 × 3 21 ഗെയിമേ വരുന്നുള്ളൂ. ഓക്കെ, ലീഗ് അല്ലെങ്കിൽ റൗണ്ട് റോബിൻ ടൂർണമെന്റിലാണെങ്കിൽ ഫിക്സ്ചർ തയ്യാറാക്കുന്നത് 3 മെത്തേഡിൽ തയ്യാറാക്കാറുണ്ട്. ഓക്കെ, സൈക്ലിക്, ടാബുലർ, സ്റ്റെയർകേസ്. ഓക്കെ, ഈ 3 ടൈപ്പും ഓർക്കുക. ലീഗ് ടൂർണമെന്റുകൾ നടത്തുമ്പോൾ ഫിക്സ്ചർ തയ്യാറാക്കുന്നത് 3 തരത്തിൽ തയ്യാറാക്കാറുണ്ട്: സൈക്ലിക്, ടാബുലർ ആൻഡ് സ്റ്റെയർകേസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കോമ്പിനേഷൻ ടൂർണമെന്റ്. കോമ്പിനേഷൻ ടൂർണമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ 2 ടൂർണമെന്റുകളുമായിട്ട് ബന്ധമുണ്ട്. ആദ്യം പറഞ്ഞത് നോക്കൌട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ ടൂർണമെന്റ് ആൻഡ് ലീഗ് അല്ലെങ്കിൽ റൗണ്ട് റോബിൻ ടൂർണമെന്റ്. അപ്പോൾ ഇനി കോമ്പിനേഷൻ ടൂർണമെന്റിൽ എന്ന് പറയുന്നത് ഇത് രണ്ടുമായിട്ട് ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ ലീഗ് കം നോക്കൌട്ട് അല്ലെങ്കിൽ നോക്കൌട്ട് കം ലീഗ്. ഈ 2 രീതിയിലുമാണ് കോമ്പിനേഷൻ ടൂർണമെന്റ് നടത്താറുണ്ട്. ലീഗ് കം നോക്കൌട്ട് ആൻഡ് നോക്കൌട്ട് കം. ഇങ്ങനെ ഈ ഫേമസ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ നടത്തുമ്പോൾ അവർ കൂടുതലും ലീഗ് കം നോക്കൌട്ട് ടൂർണമെന്റുകളാണ് നടത്താറുള്ളത്. കാരണം ആദ്യം എല്ലാ ടീമുകളുമായിട്ട് പരസ്പരം ഒന്ന് കളിച്ച് അടുത്ത ലെവലിൽ പോകുമ്പോഴേ നോക്കൌട്ട് അവർ വെക്കാറുള്ളൂ. അപ്പോൾ എല്ലാ ടീമുകളുടെയും പെർഫോമൻസും അവർക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ ബെറ്റർ ടീം ഔട്ട് ആവാതിരിക്കാനുള്ള ചാൻസും ഇവിടെ കൂടുതലാണ്. അപ്പോൾ 2 തരം കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 2 തരം ഉണ്ട്: ലീഗ് കം നോക്കൌട്ട് ടൂർണമെന്റ്, നോക്കൌട്ട് കം ലീഗ് കോമ്പറ്റീഷൻസ്. ഇനി ചലഞ്ച് ടൂർണമെന്റ്. നാലാമത്തെന്ന് പറയുന്നത് ചലഞ്ച്. ഈ ചലഞ്ച് ടൂർണമെന്റ്സ് എന്ന് പറയുന്നത് സാധാരണ ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ ഇതുപോലുള്ള ഗെയിംസിലാണ് സാധാരണ ചലഞ്ച് ടൂർണമെന്റ് നടത്താറുള്ളത്. എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ടീം അംഗങ്ങളോ മറ്റൊരു ടീമിനെ ചലഞ്ച് ചെയ്ത് നടത്തുന്ന ടൂർണമെന്റുകളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത്. ഈ ചലഞ്ച് ടൂർണമെന്റുകൾ എന്ന് പറയുന്നത് 2 തരം ടൂർണമെന്റുകളായിട്ടാണ് അവർ നടത്താറുണ്ട്: ലാഡർ ആൻഡ് പിരമിഡ്. ഈ 2 ടൂർണമെന്റുകളാണ്. ചലഞ്ച് ടൂർണമെന്റുകളിൽ 2 ടൈപ്പ് ഉണ്ട്: ലാഡർ ടൂർണമെന്റും പിരമിഡ് ടൈപ്പ്. അപ്പോൾ ഇത് നടത്താറുള്ളത് ബോക്സിംഗ്, ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ എന്നീ ഗെയിംസുകളിലാണ് ഇത് സാധാരണ നടത്തി വരാറുള്ളത്. ഇത് ഒരു ടീമോ ഒരു വ്യക്തിയോ മറ്റൊരു ടീമിനെയോ വ്യക്തിയോ ചലഞ്ച് ചെയ്ത് നടത്തുന്ന ഒരു ടൂർണമെന്റ് ആണ് ചലഞ്ച് ടൂർണമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് കൺസലേഷൻ ടൂർണമെന്റ്. കൺസലേഷൻ ടൂർണമെന്റിലാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കൌട്ട് ടൂർണമെന്റ് പറഞ്ഞു. അപ്പോൾ ആ നോക്കൌട്ട് ടൂർണമെന്റുമായിട്ട് ഈ കൺസലേഷന് ബന്ധമുണ്ട്. കാരണം ഇപ്പോൾ നോക്കൌട്ട് ടൂർണമെന്റ് നടത്തി ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ബെറ്റർ ടീം ഔട്ട് ആകേണ്ടി വരുന്നൊരു സിറ്റുവേഷനിൽ
ഇപ്പോൾ ഹോം ടീമോ അല്ലെങ്കിൽ നല്ല പ്രീവിയസ് ഇയറിൽ നല്ല പെർഫോമൻസ് വന്ന ഒരു ടീമോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ സംഘാടകരുടെയോ അഭിപ്രായം മാനിച്ച് ആ ടീമിനെ അടുത്ത ലെവൽ മത്സരത്തിലോട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഈ കൺസലേഷൻ ടൂർണമെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. കൺസലേഷൻ ടൂർണമെന്റ് എന്ന് പറയുന്നത് സംഘാടകരുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു ഔട്ടായ നോക്കൌട്ട് ടൂർണമെന്റിലൂടെ ഔട്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ ആ ടീമിന് അടുത്ത ലെവലിൽ ഒരു മത്സരത്തിനുള്ള ചാൻസ് കൊടുക്കുന്ന ടൂർണമെന്റ് ആണ് കൺസലേഷൻ ടൂർണമെന്റ്. ഒരു ചാൻസ് കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സംഘാടകരുടെ ഇഷ്ടത്തോടെ ഒരു ചാൻസ് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ ടൂർണമെന്റ് ആണ് കൺസലേഷൻ ടൂർണമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ടൂർണമെന്റുകളെ കുറിച്ചും ടൂർണമെന്റ്സുകളിൽ എങ്ങനെ എത്ര ടീമുകളുടെ എണ്ണം വെച്ചിട്ട് ഫിക്സർ തയ്യാറാക്കുന്നത്, ബൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സീഡിങ് എന്നൊരു പ്രോസസ് കൂടെ ഉണ്ട്. ഈ സീഡിങ് എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു ഇതാണ് സീഡിങ് എന്ന് പറയുന്നത്. ബൈ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡമ്മിയുമായിട്ട് ഒരു ടീമിനെ ഗെയിം ജയിപ്പിച്ച് അടുത്ത ലെവലിലോട്ട് കൊണ്ടുവരുന്നതാണ്. അതിന്റെ ഈ ഒരു ബന്ധമുണ്ട് സീഡിങ് എന്ന് പറയുന്നത്. സീഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫസ്റ്റ് ലെവലിൽ ആണ് ഔട്ടാക്കാൻ പറ്റാത്തൊരു ടീമിനെ സീഡിങ് ബൈ പോലെ ഒരു പ്രോസസ്സാണ് സീഡിങ് എന്ന് പറയുന്നത്. സീഡിങ് കൊടുത്തുകൊണ്ട് ആ ടീമിനെ അടുത്ത ലെവൽ മത്സരത്തിലോട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സീഡിങ് എന്ന് പറയുന്നത്. സീഡിങ് എന്ന് പറയുന്നത് ബൈ പോലെയാണ് ഫിക്സറിൽ പുട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 5 ടൈപ്പ് ഗെയിംസ്, ഏതൊക്കെ ടൈപ്പ് ഗെയിംസ് ഉണ്ട്, 5 ടൈപ്പ് ഗെയിംസും ഫിക്സർ എങ്ങനെ തയ്യാറാക്കാം എന്ന ഈ ഇക്വേഷൻസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.